ചാലക്കുടി പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ സ്ഥാപിച്ചിട്ടുള്ള കണക്കൻ കടവിലെ ലോഹനിർമ്മിത ഷട്ടറുകൾ തകർന്നു കിടക്കുന്നത് കുടിവെള്ളം മുട്ടിക്കുമെന്ന ആശങ്ക. ഷട്ടറുകൾ തകർന്നു കിടക്കുന്നതിനാൽ പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് കൃഷിയെയും ബാധിക്കുമെന്ന അവസ്ഥയിലാണ്. നിരവധി കുടിവെള്ള ജലസേചന പദ്ധതികളാണ് പുഴയെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നത്. എല്ലാ വർഷവും ചെയ്യുന്നതുപോലെ കണക്കൻ കടവിൽ താൽക്കാലിക മണൽ തടയണ കെട്ടുന്നതിന് നേരിടുന്ന കാലതാമസം ഗുരുതര പ്രതിസന്ധികൾ ഉണ്ടാക്കും. ഒരു ഷട്ടർ പൂർണ്ണമായി തകർന്ന അവസ്ഥയിലായതിനാൽ താഴ്ത്താൻ കഴിയുന്നില്ല. മറ്റു ഷട്ടറുകൾ താഴ്ത്തിയതിന്റെ പ്രയോജനം ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. ചോർച്ച തടയുന്നതിന് ചടങ്ങുപോലെ ഷട്ടറുകൾ അറ്റകുറ്റപ്പണികൾ നടത്താറുണ്ടെങ്കിലും അടിസ്ഥാന പ്രശ്നം പരിഹരിക്കാറില്ലെന്നാണ് ആക്ഷേപം. ഷട്ടർ ഇരിക്കുന്ന ഭാഗത്തെ കോൺക്രീറ്റ് തകർന്നതിനാൽ ഉപ്പുവെള്ളം കയറുന്നത് പതിവാണ്. മഴ കുറഞ്ഞതോടെ പുഴയിലെ ജലനിരപ്പ് താഴ്ന്ന് കായലിൽ നിന്ന് ഉപ്പുവെള്ളം ചാലക്കുടി പുഴയിലേക്ക് കയറുന്ന അവസ്ഥയിലാണ്. എല്ലാ വർഷവും നവംബർ ആദ്യം താൽക്കാലിക മണൽ തടയണ നിർമ്മിച്ചാണ് ഉപ്പുവെള്ളം തടയുന്നത്. ഇതിനായി 30 ലക്ഷത്തോളം രൂപയാണ് ഓരോ വർഷവും ചെലവഴിക്കുന്നത്. തടയണ നിർമ്മിച്ച ശേഷം ശക്തമായ മഴയുണ്ടായാൽ തടയണ പൂർണ്ണമായി ഒലിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകാറുണ്ട്. ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനൊപ്പം പുഴയിലെ അധിക ജലം കായലിലേക്ക് ഒഴുക്കിവിടുന്നതും ഷട്ടറുകൾ തുറന്നാണ്. അന്നമനട, കുഴൂർ, പൊയ്യ പഞ്ചായത്തുകളെയും എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കര, കുന്നുകര, പാറക്കടവ് പഞ്ചായത്തുകളെയും ഉപ്പുവെള്ള ഭീഷണിയിലാക്കുന്നതാണ് ഷട്ടറുകളുടെ തകർച്ച. നിരവധി കുടിവെള്ള ജലസേചന പദ്ധതികളാണ് പുഴയെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നത്. മീഡിയ ടൈം, പുത്തൻവേലിക്കര.